അല്ല എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിനും ഒപ്പം തന്നെ പ്രൈവറ്റ് സെക്ടറിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിനും ലിമിറ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കേരളത്തിൽ പഠിച്ചിറങ്ങുന്നവരെക്കാൾ വളരെ കുറവാണ് ഇവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഡോക്ടർ APJ അബ്ദുൽ കലാം പണ്ട് പറഞ്ഞത് ജോബ് സീക്കേഴ്സിനെ അല്ല, നമുക്ക് ജോബ് പ്രൊവൈഡേഴ്സിനെ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണമെന്ന് അദ്ദേഹം പറഞ്ഞ വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നു ടാൽറൂപ്പ് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജോബ് അന്വേഷിച്ച് വരുന്നവരും ജോബ് ക്രിയേറ്റ് ചെയ്യുന്നവരും തമ്മിലുള്ള റേഷ്യോ നല്ലൊരു ബാലൻസ് വേണം. ആ ഒരു ബാലൻസ് ഇല്ലാണ്ട് വരുമ്പോഴാണ് ഈ അൺഎംപ്ലോയ്മെന്റ്, ഇപ്പോൾ യൂത്തിന് അൺഎംപ്ലോയ്മെന്റ് ഒക്കെ 40% മുകളിലേക്ക് വന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എല്ലാവരും ഡിഗ്രി ഹോൾഡേഴ്സ് ആണ്, PG ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവർ ആദ്യം കേൾക്കേണ്ട ചോദ്യം തന്നെ ജോബ് ആയില്ലേ എന്നുള്ള ചോദ്യം. അവർക്കൊരു തിരിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, അവർ ഇന്നേ വരെ 10ാം ക്ലാസ്സിൽ ഒരു സ്കൂൾ അവരെ ജോബിനും പഠിപ്പിച്ചിട്ടില്ല, +2 ഒരു സ്കൂൾ ഒരു ജോബിന് പഠിപ്പിച്ചിട്ടില്ല, ഡിഗ്രിക്ക് ഒരു കോളേജ് ഒരു ജോബിന് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഡിഗ്രി കഴിയുമ്പോൾ ജോബ് കിട്ടണമെന്നാണ് സമൂഹം പറയുന്നത്. അതിൽ ഗവൺമെന്റ് വേക്കൻസി ഒരു വർഷം 40,000 വേക്കൻസി വന്നാൽ എത്ര കുട്ടികൾക്ക് ജോബ് കിട്ടും? സെൻട്രലും സ്റ്റേറ്റും കൂടെ ഒരു 5% ജോബ് കിട്ടിയാലും ബാക്കി 95% യൂത്തിന് ജോബില്ലല്ലോ. നമ്മുടെ IT പാർക്കുകളും അല്ലെങ്കിൽ IT ജോബ് അങ്ങനെ 2 ലക്ഷം 3 ലക്ഷം ജോബേ ഇവിടെ നമുക്കുള്ളൂ. അപ്പോൾ അതിലും ഇല്ല. വാണിജ്യ സ്ഥാപനങ്ങൾ കൊണ്ട് ഇവർക്ക് ജോബ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതായത് ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഇവിടെ ജോബില്ല. അതുകൊണ്ടാണ് ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചു തുടങ്ങിയത്, പാലായനം തുടങ്ങിയത്, കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും UK പോകേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ചെയ്യാനുള്ള ജോബ് ഈ ലോകത്തുണ്ട്. ഈ 193 രാജ്യങ്ങളിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അതിന് യൂട്ടിലൈസ് ചെയ്യാൻ, ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സംരംഭങ്ങൾ വളർന്നു വരുന്നില്ല, ഓൺട്രപ്രണേഴ്സ് വളർന്നു വരുന്നില്ല. ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളും ജോബ് അന്വേഷിക്കുന്നവരും തമ്മിലൊരു ബാലൻസ്, ഒരു റേഷ്യോ ബാലൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓൺട്രപ്രണേഴ്സ് ഒരിക്കലും നമുക്ക് സിലബസിലൂടെ ഉണ്ടാക്കിയെടുക്കത്തില്ല. അതൊരു സാഹചര്യം ഒരുക്കി കൊടുത്ത് അതിലൂടെ ഉണ്ടായി വരുന്നതാണ്. സാഹചര്യമാണ് സത്യത്തിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. എന്തൊക്കെയാണ് അതിൻ്റെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സംഭവം. അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു തലമുറയെ അതിലേക്ക് നമുക്ക് ചിന്തിപ്പിക്കലാണ് ഒന്നാമത്തെ സ്റ്റേജ്.